നമസ്കാരം. ജമാഅത്ത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ജമാഅത്ത് അവർ പ്രവർത്തിച്ചു പോയിക്കോട്ടെ. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പറഞ്ഞൊരു വർഗീയ പ്രസ്താവന. അയ്യോ, ജമാഅത്തെ ഇസ്ലാമി പാവാടാ, ശരിക്കും പാവാണ്. അവരവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ. അല്ലാതെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മദൂദി ചാനലിൽ ജോലി ചെയ്തതിൻ്റെ ആ നന്ദി കാണിച്ചൊന്നും അല്ല അല്ലേ സ്മൃതി പരുത്തിക്കടെ? അതോ ഇനി ഈ വില കൂടിയ ഈന്തപ്പഴം, മറ്റ് ഉപഹാരങ്ങൾ, ഇടയ്ക്കുള്ള ഗൾഫ് യാത്രകൾ, അതിനൊക്കെയുള്ള ഉപകാര സ്മരണയായിട്ടായിരിക്കും അല്ലേ ജമാഅത്തെ ഇസ്ലാമി പാവമാണ് എന്ന തരത്തിൽ ചാനലിൽ ഇരുന്നുകൊണ്ട് ഇതേപോലെ ഗീർവാണം അടിച്ചു വിടുന്നത്? എന്താണെന്നറിയില്ല, നിങ്ങളുടെ സ്വരവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്വരവും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കുന്നു. അവരെ ആ വാദമൊന്നും അവരില്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ശരിയാകട്ടോ, ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ നിലപാടൊക്കെ മാറി ഇപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി പരുവപ്പെട്ടു എന്നൊക്കെയാണ് ഈ വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. ആണോ സതീശ? സ്മൃതിയോടും കൂടി ചോദിക്കാം, ആണോ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അങ്ങനെ ഒരു സംഘടനയാണോ? സംശയം നമുക്ക് ഉടൻ തന്നെ മാറ്റിയേക്കാം. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ് അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അത് 1948 പുനഃസംഘടിപ്പിച്ച മുതൽ 1961 വരെ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിന്റെ 2 വശങ്ങളാണ് വിശദീകരിച്ചിരുന്നത്. അത് രണ്ടും എന്നും ശരിയായ കാര്യമാണ്. അതൊന്ന് ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലാത്ത വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ. ഈ അനിസ്ലാമി വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിന് വിരുദ്ധമാണ്, അനിസ്ലാമികമാണ്, നിഷിദ്ധമാണ്. അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും നിഷിദ്ധമാണ്, അനിസ്ലാമികമാണ്, തൗഹീദിനെതിരാണ്. ഇന്നലെയാണ്, ഇന്നുമാണ്, നാളെയുമാണ്, ഖിയാമത്ത് നാൾ വരെയുമാണ്. അത് മാറുകയില്ല. അല്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് മദൂദി കാക്ക. അവരുടെ നിലപാടിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമില്ല. കുറേ കാലം അവർ തെരഞ്ഞെടുപ്പിലൊന്നും പങ്കാളികളായിട്ടേ ഇല്ല. പിന്നീട് ഈ BJP ഇങ്ങനെ വളർന്നു വരുന്നു, തങ്ങൾ വോട്ട് ചെയ്തില്ല എങ്കിൽ BJP ഇങ്ങനെ ജയിച്ച് കയറിപ്പോവും എന്ന പേടി കൊണ്ട് മാത്രമാണ് BJPക്ക് എതിരെ നിൽക്കുന്നവരെ ജയിപ്പിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത കിനാശേരിയാണ് ഇവർക്ക് ഇഷ്ടം. കാരണം അവരുടെ സങ്കല്പത്തിലുള്ള, അവരുടെ ലക്ഷ്യത്തിലുള്ള രാജ്യം മതരാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്. ആ നിലപാട് അന്നും മാറിയിട്ടില്ല, അവർക്ക് ഇന്നും മാറിയിട്ടില്ല, ഇനി നാളെയും മാറാൻ പോണില്ല. അതിനി ഏത് വി ഡി സതീശൻ തന്നെ പറയുകയാണ് അവരുടെ പഴയ നിലപാട് മാറി, അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അതങ്ങ് പള്ളി പോയി പറഞ്ഞേക്ക് എന്ന് വിവരമുള്ള മലയാളികൾ പറയും. ഏത് പള്ളിയിലാണ് എന്ന് അങ്ങ് വി ഡി സതീശൻ തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ. ഇനി തീർന്നിട്ടില്ല, ഈ സംഗതി കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും, ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇനിയാണ് മലയാളികളോടായിട്ടുള്ള ഒരു ചോദ്യം. ഈ മതജീവികളെ, ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഇന്ത്യ മതരാഷ്ട്രമാക്കണം, ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യവുമായിട്ട് നടക്കുന്ന ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയൊക്കെ വോട്ട് കൊടുക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തന്നെയാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ശരി, ആയിക്കോട്ടെ.